ഇപ്പൊ വിശ്വാസായോ? ഇതൊക്കെ ലേഡീസ് ഉള്ള എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ. എന്താ മോൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് തൽക്കാലം ഉദ്ദേശിച്ചില്ല. മനസ്സിലായല്ലോ? അപ്പൊ 4-5 ദിവസം 3G. 4-5 ദിവസം കഴിഞ്ഞാൽ 4G ആവുന്ന നിനക്കെന്താ അത്ര ഉറപ്പ്? ഇല്ലെങ്കിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ റേപ്പ് രേഖപ്പെടുത്തും. പറഞ്ഞേക്കാം. പിന്നെ നീ വലിക്കും. ഒന്നാമതേ എന്നോട് അസൂയ. ചതിക്കല്ലേടി. ആർക്ക്? എന്തോയിന്? എനിക്ക് എന്നോട് തന്നെ. യുവതി ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം. അപ്പൊ പിന്നെ എനിക്ക് എന്നോട് അസൂയ തോന്നാതിരിക്കൂ? ഡാ, ഫോണിൽ കൂടെ വേണ്ടായേ. നാട്ടിലെ യുവാക്കള് ആ കടത്തണ്ണയിലിരിക്കുന്ന ക്നാപ്പന്മാരല്ലേ? അവന്മാരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരും. ഒരു പണിയില്ലാത്ത കുറെ അവന്മാര്. അല്ല, അതിപ്പോ പണി എനിക്കും ഇല്ലല്ലോ. സാധാരണ പണി കളഞ്ഞു വരുന്ന ടെക്കികള് വല്ല ഡയറി ഫാം തുടങ്ങിയെന്നോ പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ കാമുകി അതിസമ്പന്നയായിരുന്നെങ്കിൽ എനിക്കും തുടങ്ങാമായിരുന്നു ഈ ഡയറി ഫാമൊക്കെ. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ വിട്ടിട്ട് വല്ല കാശുകാരന്റെ ഭാര്യ നോക്കായിരുന്നില്ലേ? വരട്ടെ, സമയമുണ്ടല്ലോ, നോക്കാം. എങ്കിലേ നിന്റെ ഡാഷ് ഞാൻ കൊട്ടയും. പറഞ്ഞേക്കാം. പിന്നെ നീ എന്ത് ചെയ്യും? വൃത്തിയിട്ടവൻ ഹലോ, നുന്നപ്പനവിടെ? മുറ്റത്തെങ്ങാണ്ട് കളിയാ. അവന്റെ ടൈം കളിയോട് കളി. പിന്നെ 24 മണിക്കൂർ ഇതിനകത്തിരിക്കാൻ പറ്റൂ? ബാക്കിയുള്ളവർക്കായിട്ട് പറ്റുന്നില്ല, പിന്നെ ആ കൊച്ചിന്. അപ്പച്ചനും അമ്മച്ചിയും ഓക്കെ. ഇവിടെ ഒരു താടിയും മീശയും വരച്ചു കൊടുക്കാം. കുറെ നാളുകൊണ്ട് കിടന്ന് പണിയാ, പുല്ല് തീരത്തുമില്ല. ഒരു കടുങ്കട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയിയെ. ഓ, പണ്ട് കാട്ടുവന്നേ കുടുക്കിട്ട് പിടിച്ചെന്റെ ജാടയായിരിക്കും. ആഹാ, ചിത്രപ്പണിയാണല്ലോ. അല്ല, ഡ്രോയിങ്ങിലാ. എന്റെ പൊന്നു, പരീക്ഷിക്കലടാന്നപ്പാ. കുട്ടിച്ചായോ, ദാ നിങ്ങളുടെ ആൽബത്തിലാ ഇന്നത്തെ പണി. കുട്ടിച്ചാനുഗ്രം മീശയൊക്കെ വന്നിട്ടുണ്ട്, വേണേ മേടിച്ചു വെച്ചോ. കാണാൻ ആളില്ലേ പിന്നെ എന്തിനാടാ ജോയി സ്ഥലം മെനക്കെടുത്തു? അതും ശരിയാ. ദൈവം. എന്റെ പൊന്നോ, അധ്വാനിക്കുന്ന ശരീരത്തിൽ കൊറോണയൊന്നും വരത്തില്ല. എന്നാ പിന്നെ ഓമനെ രക്ഷപ്പെട്ടു. ഓ, ഇരിക്കട്ടെ. ഡെയിലി ഓരോന്ന് വെച്ച് ചെറുകുന്നുണ്ടോ? ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ. ഒരു മുഴുവൻ വീടിയൊന്നും വലിക്കാനുള്ള ആവതിലിടാവേ. ഞാൻ പണ്ടേ നിർത്തിയതാ. ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം. എന്നാലും ഇരിക്കട്ടെ. വല്ലാത്ത സ്മെല്ലാണല്ലോ കുട്ടിച്ചായ. നമുക്കൊക്കെ അല്ലോടാ സ്മെല്ലേ. ഒന്നില്ലല്ലോ ഒരേ കോളേജിൽ 2 കൊല്ലം സീനിയർ അല്ലടാ. അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ. ഒന്ന് പോടാ, 24 മണിക്കൂർ തന്നെ. ഓമനയ്ക്കും ചോയ്ക്കും ചായ കൊടുക്കാനുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം.
ആ ഇപ്പൊ നടക്കില്ല കേട്ടോ.